ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗുമായിട്ടാണ്. ഇതിലെ റമദാൻ ഷോപ്പിങ്ങും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരും പറയാത്ത ഒരു അടിപൊളി ടിപ്പും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ഇതാ ഉമ്മിയിലെ ഗരം മസാലയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി. ഇനി പ്രാവശ്യം ഉമ്മാക്കും കൂടി പൊടിക്കുന്നുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, ഏലക്ക, പട്ട, കറാമ്പൂ, കുരുമുളക് കാര്യങ്ങളെല്ലാം കുറച്ചധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പൊടിച്ചെടുക്കലാണ്. ഞാനിതാ ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ഗരം മസാല പൗഡർ എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണ്. അതുപോലെ തന്നെ ബിരിയാണിക്കായാലും സ്നാക്സിനായാലും കറികൾക്കായാലും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗരം മസാല പൗഡറാണ് കേട്ടോ അത്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെക്കാട്ടും അടിപൊളി ടേസ്റ്റുള്ള ഗരം മസാല പൗഡറാണ്. ഇതുവരെ പൊടിച്ചവർക്കെല്ലാം മനസ്സിലാവും. കുറേ കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉലുവ അടക്കം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറികൾക്കായാലും ബിരിയാണിക്കായാലും സ്നാക്സിനായാലും പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. ഈ ഒരു ഗരം മസാല പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയവർക്ക് അറിയുണ്ടാവും. ഞാൻ 2 വർഷം മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതുതന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കണ്ടോ കേട്ടോ. ഞാനിപ്പം കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കുറച്ചധികം എടുക്കുന്നുണ്ട്. ആ കറക്റ്റ് അളവിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഓരോരു ടേബിൾ സ്പൂൺ വീതം ഗ്രാം അളവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോയിൽ. ഇർഫാന ഷംഷീർ ഗരം മസാല പൗഡർ എന്ന് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഉമ്മാക്കും എനിക്കും വേണ്ടിയിട്ടുള്ള ഗരം മസാല പൗഡർ പൊടിച്ചെടുക്കലാണ്. ഇതിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തേക്ക് എത്തും കേട്ടോ. പിന്നെ പെട്ടെന്ന് അടച്ച് വെക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. കാരണം ഗരം മസാല പൗഡറിലല്ലേ പെട്ടെന്ന് നമ്മൾ അടച്ച് പൊടിച്ച് കഴിഞ്ഞാൽ തന്നെ ചൂട് തന്നതിനാൽ ബോട്ടിലാക്കി വെക്കണം. അതിൻ്റെ സ്മെല്ല് ഒരിക്കലും പോകാൻ പാടില്ല. പിന്നെ ഇതാ ഈ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ടില്ലേ ഒന്ന് എന്താ പറയുക ചൂടാക്കി എടുക്കണം. അപ്പോഴും നമ്മൾ ഗരം മസാല ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലോണം ചൂടാക്കി എടുക്കണം. എന്നാലാണ് അതിൻ്റെ എല്ലാം ഈ ഒരു സ്പൈസസിൻ്റെ എല്ലാം ഉള്ളിലൊരു ഓയിൽ കണ്ടന്റ് ഉണ്ട്. അതെല്ലാം ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും അങ്ങനെ. അപ്പോൾ ഇതാ അതെല്ലാം ഞാൻ കഴുകിയെടുക്കലാണ്. ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെയിലത്തിട്ടിട്ട് ഉണക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ പാനിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ തന്നെ അരുവത്ത് നിന്നിട്ട് ചൂടാക്കണം കേട്ടോ. അന്നേരം തന്നെ നല്ലോണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് ഉലുവയും കൂടി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം ഡ്രൈ ആക്കി എടുക്കലാണ്. ഇത് ഉണക്കിയിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഗരം മസാല എന്താ പറയുക ഈ ഒരു സ്പൈസസും കാര്യങ്ങളിലില്ലേ എന്തായാലും കഴുകിയെടുക്കണം. പട്ട, കറാമ്പ് ഇതിൻ്റെ ഉള്ളിലെല്ലാം മണ്ണ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം കഴുകിയിട്ട് ഇങ്ങനെ പാനിലിട്ടിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെ. ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരുവത്ത് തന്നെ നിന്നിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇല്ലേ അത് ആദ്യം ഒന്ന് കഴുകിയിട്ട് ഉണക്കുക. ഇതുപോലെ ചൂടാക്കി എടുക്കുക. പിന്നെ വലുത് അങ്ങനെ എന്താ പറയുക അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഞാൻ വീണ്ടും പറയാൻ കാരണം വെയിലത്ത് വെച്ചിട്ടൊന്നും ഉണക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു പട്ടിയും കാര്യങ്ങളും കൂടി കഴുകിയിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടായിന്. ഇനി ഇതെല്ലാം പൊടിച്ചെടുക്കലാണ്. ഇനി ഞാനിതാ കുരുമുളകും കൂടി കഴുകിയിട്ട് ഉണക്കലാണ്. പിന്നെ ഞാൻ വീണ്ടും പറയാം, ഇതെന്തിനാണ് ഇത്രയും ഐറ്റംസ് പൊടിക്കുന്നതെന്ന് ചോദിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഉമ്മാക്കും കൂടി ഉള്ളതാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇത്രയും എനിക്ക് ആവശ്യമില്ല. പിന്നെ നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം വരെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെയാണ് പൊടിക്കൽ. ഇങ്ങനെ റമദാൻ്റെ ടൈമിലാണ് ഞാൻ അധികം ഇങ്ങനെ ഗരം മസാല പൗഡറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കൽ. അപ്പോൾ ഇതാ കുരുമുളകും ഞാൻ നല്ലോണം കഴുകി പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അരുവത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇത് ചൂടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് വരും. അതുവരെ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുരുമുളകും കഴുകിയിട്ട് നല്ലോണം അടിപൊളിയായിട്ട് എന്താ പറയുക ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴുകിയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇല്ലേ ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും നമുക്കുണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതും കൂടി പൊടിച്ചെടുക്കാൻ പോലാണ്. പിന്നെ ഇതാ ഏലക്ക എനിക്കില്ലേ ഏറ്റവും ഇഷ്ടമുള്ള എന്താ പറയുക ഐറ്റം നട്ടാ ഈ ഒരു ഏലക്ക ഭയങ്കര ഇഷ്ടമൊന്നും എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഏലക്ക പൊടിക്കുമ്പം ചില ആൾക്കാർ അതിൻ്റെ സീഡ് മാത്രം പൊടിച്ചെടുക്കൂലേ. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും കളയാൻ തോന്നില്ല. അത്രയും ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പൊടിച്ചെടുക്കലാണ്. അത് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഏലക്കായ. എന്നിട്ടിതാ നല്ലോണം ചൂടാക്കി എടുക്കലാണ്. എനിക്കില്ലേ കുക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക
ഈ സ്പൈസസിൽ ഗരം മസാല പൗഡറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുക, മുളകെല്ലാം കഴുകി ഉണക്കിയിട്ട് പൊടിക്കുക, അതെല്ലാം എന്തോ ഒരു മനസ്സിന് സംതൃപ്തി കിട്ടുന്ന കാര്യമാണ് കേട്ടോ. മാഷാ അല്ലാ, എനിക്ക് എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ കുക്കിങ്ങിൽ ഇഷ്ടപ്പെടുന്നവർക്കും അത് മനസ്സിലാവും. അങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമൊന്നും എനിക്ക് ഫീൽ ചെയ്യാം. ഓരോരാൾക്കും ഓരോരു തരത്തിലായിരിക്കില്ലേ സന്തോഷം കിട്ടാം. എനിക്ക് തന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനാണെങ്കിലേ ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ എപ്പോഴും പാത്രത്തിൻ്റെ സെക്ഷന്, അല്ലാന്നുണ്ടെങ്കിൽ ചെടികളെ ഷോപ്പെല്ലാം കണ്ടാൽ ഇക്ക വേഗം ആ ഭാഗത്തുനിന്ന് വണ്ടി സ്പീഡിൽ വിടലാണ്. അതുപോലെ തന്നെ വേഗം കണ്ണോത്തി തരും. എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെടീൻ്റെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോയിരിക്കും. പക്ഷേ ആ ഒരു ചെടീൻ്റെ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് ആ ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ എനിക്ക് വേഗം സ്പീഡിൽ വിടലാന്ന വണ്ടി. അപ്പോൾ എന്താ പറയുക, ഞാനിതാ ഗരം മസാലയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. എന്നിട്ട് ചൂടൊന്ന് തണ്ണി കഴിഞ്ഞാൽ എയർടൈറ്റിൽ കണ്ടെയ്നറിൽ ബോട്ടിലെല്ലാം ആക്കി വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗരം മസാല പൗഡറാണ്. സ്നാക്കിലായാലും ബിരിയാണിക്കായാലും പിന്നെന്താ കറികൾക്ക് എല്ലാം രുചി കൂട്ടുന്ന ഒരു പൊടി മാത്രം മതി. പല പൗഡറൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്നും മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ കുരുമുളക് പൊടിക്കുമ്പോൾ ചെറിയതായിട്ടുള്ള രീതിയിൽ തരിതരിപ്പോടുകൂടിയാണ് പൊടിച്ചെടുക്കുക. എനിക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ച ആ ഒരു കുരുമുളക് പൊടി ഇഷ്ടമല്ല, എന്തോ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്യുക. ഇങ്ങനെ ഒരു ചെറിയ തരിതരിപ്പുണ്ടാകണം. അപ്പോൾ അതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മന്തിയിലെല്ലാം പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ കഴിയും. കറികൾ മന്തിയിൽ ഉണ്ടാക്കുമ്പം ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പോൾ കളർ ചേഞ്ച് ആയി പോകില്ല. ഇപ്പോൾ ഞാൻ ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തൊലി അടക്കമൊന്ന് പൊടിച്ചെടുത്തേ. കാര്യം എനിക്ക് ഇഷ്ടമൊന്നും അത്ര ഇഷ്ടമൊന്നും എനിക്ക് ഏലക്കായ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലിയെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലല്ലേ ഏലക്കെല്ലാം പൊടിച്ച് കഴിഞ്ഞാൽ. അതെല്ലാം ചൂടെല്ലാം തണ്ണി കഴിഞ്ഞാൽ കുപ്പിയിലാക്കി വെക്കണം. ഇനിയിപ്പോൾ ഞാൻ ഒക്കെയും കൂടിയിട്ട് റമദാന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിനി. പിന്നെന്താ, ഞാനിപ്പോൾ വീഡിയോയും കൂടി എടുക്കുന്നുണ്ട്. റെസിപ്പീസ് എല്ലാം ചെയ്യൂലേ, അതിനായിട്ടുള്ള ഐറ്റംസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും, നമ്മൾ റമദാൻ വ്ളോഗെല്ലാം കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ അധികം സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല. പക്ഷേ വീഡിയോൻ്റെ ഭാഗമായിട്ട് ഇതെൻ്റെ ജോലിയല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങൾ അധികം എടുക്കുന്നുണ്ട്. സ്നാക്സും കാര്യങ്ങളെല്ലാം വീഡിയോ ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. കാര്യമില്ലേ, എന്നോട് ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിനി, ഇർഫാന നമ്മളാകെ റമദാൻ്റെ ടൈമിലാണ് കുട്ടികൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കണമെന്ന് പറയലുണ്ട്. അപ്പം ഞാൻ ഇൻഷാല്ലാ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് എല്ലാം എടുക്കലാന്ന്. കാര്യം നമ്മളെന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും അതിൻ്റെ സാധനം ഇല്ലയെന്ന് വിചാരിക്കാം. എന്താ പറയുക, സാധനം ഇല്ലയെന്ന് മനസ്സിലാവുക. ഒന്നുകിൽ ക്യാപ്സിക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഐറ്റംസും നോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം നോമ്പെല്ലാം ആകുമ്പം ഇക്കാനോട് വിളിച്ച് എനിക്ക് പറയാനും കഴിയില്ല. ഇക്കില്ലേ നമ്മളിങ്ങനെ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ എന്നോട് പറയും, നിൻ്റെ വീഡിയോൻ്റെ ആവശ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ബില്ല് ചെയ്തോന്ന്. അങ്ങനെ നമ്മളിങ്ങനെ അധികം എൻ്റെ വീഡിയോൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ വാങ്ങൽ. കാര്യം ഒക്കെ അറിയും, പണ്ടല്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത പാടെല്ലാം, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത പാടെല്ലാം ഒക്കെ തന്നെയാണ് വാങ്ങിത്തരുത്തത്. ഇങ്ങനെ വീഡിയോൻ്റെ മിൽക്ക് മെയ്ഡും കാര്യങ്ങൾ ഐറ്റംസും കുറച്ചധികം ഐറ്റംസ് വേണമല്ലോ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇക്ക അറിയൂ നിൻ്റെ ഐറ്റംസ് എല്ലാം വീഡിയോൻ്റെതെല്ലാം നീ തന്നെ വാങ്ങിക്കോട്ടാന്ന് പറയും. എന്നിട്ട് അങ്ങനെ സെപ്പറേറ്റ് ബില്ല് ചെയ്യും. ഇല്ലേ, ഇക്കാക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട, സ്നാക്സും കാര്യങ്ങളൊന്നും നോമ്പിൻ്റെ ടൈം വേണ്ടാന്ന് തന്നെയാണ് പറയൽ. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അറിയാം റെസിപ്പീസ് എല്ലാം ഞാൻ ഷെയർ ആക്കും. അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനത്തെ കുറേ ഐറ്റംസ് വേണം. അപ്പോൾ ഇക്ക അറിയും നിൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളെല്ലാം നീ തന്നെ വാങ്ങിക്കുമെന്ന്. അതുപോലെ എന്താ പറയുക, എല്ലാ ഐറ്റംസും അങ്ങനെ നോക്കിയെടുക്കലാണ്. കാര്യം നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുമ്പം ഒരു വലിയൊരു എമൗണ്ട് തന്നെ ആവും കേട്ടോ ആ ഒരു ഭാഗത്ത്. കാര്യം കുറച്ചധികം ഐറ്റംസ് വേണം. നമ്മൾ വീട്ടിൽ സാധാ വാങ്ങുന്നതിലും എക്സ്ട്രാ ഐറ്റംസ് വേണം. കാര്യം നമ്മൾ റെസിപ്പീസിനായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കൂലേ, അങ്ങനെ സ്ട്രോബെറീസ് ആയാലും കാര്യങ്ങളായാലും റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഐറ്റംസ് തന്നെ എടുക്കൂലേ. എന്ത് സെപ്പറേറ്റ് ബില്ല കണ്ടില്ലേ, ഞാൻ ആ ഭാഗം അറിഞ്ഞോണ്ട് ഷൂട്ട് ചെയ്ത് തന്നിട്ടാ. അധികം ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇക്കനോട് പറയും നിൻ്റെ വീഡിയോൻ്റെ ആവശ്യത്തിൻ്റെ എല്ലാം വേറെ തന്നെ വാങ്ങിക്കുവേ, അത് ഞാൻ കൊടുക്കൂലേ. പക്ഷേ വീട്ടിൻ്റെ ആവശ്യത്തിൻ്റെ എല്ലാം ഇക്ക തന്നെയാണ് കേട്ടോ കൊടുക്കൽ. പക്ഷേ ശരിക്കും തന്നെയാണ്, നമ്മളിപ്പം ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. ഞാൻ അധികം ഇക്കാനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കലില്ല. ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇക്ക തന്നെയാണ് വാങ്ങല്. പിന്നെ ഇക്കാക്ക് മനസ്സിലായി ഇവിടെ വീഡിയോസിൻ്റെ ആവശ്യത്തിന് വേണ്ടിക്ക് വാങ്ങിക്കാനും മുതലാവില്ലാന്ന്. അങ്ങനെ കാര്യം കുറച്ച് അധികം ഐറ്റംസ് തന്നെ നമ്മൾ എടുക്കേണ്ട ആവശ്യം വരും. കാരണം നമ്മളിപ്പം കുക്കിംഗ് വീഡിയോ റെസിപ്പീസ് ചെയ്യുന്ന ടൈമായിരിക്കും ഓരോരു സാധനം ഇല്ലയെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്.
ഇനിയിപ്പോൾ ഇതാ മുളകും കാര്യങ്ങളും എല്ലാം എടുക്കലാണ്. തക്കാളിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, അതെല്ലാം ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നല്ലൊരു മുളക് കിട്ടും, ആ മുളകെല്ലാം അങ്ങ് നോക്കിയെടുക്കലാണ്. അതുപോലെ തന്നെയല്ലേ ബ്രൊക്കോളി കാര്യങ്ങൾ എല്ലാം അങ്ങനെ ലെറ്റ്യൂസിൻ്റെ ലീവ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ നോക്കിയിട്ടെടുക്കലാണ്. ഇവിടെ ആകുമ്പം എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും. നമ്മളില്ലേ എന്താ പറയുക, ഇപ്പോൾ കോഴിക്കോട് നെസ്റ്റോയിലാണ് കേട്ടോ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ നേരെ ഇവിടത്തേക്ക് കയറിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സ്ട്രോബെറീസും കാര്യങ്ങളും എല്ലാം എടുക്കലാണ്. ഇത് വെച്ചിട്ടൊരു ഡ്രിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കാണാത്തവർ ഇർഫാന ഷംഷീർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടു കേട്ടോ. ഇതിന് നേരെ താലുള്ള വീഡിയോ ആണ്. ഇനിയിപ്പോൾ ആ കുട്ടികൾക്ക് ചിപ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കിയെടുക്കലാണ്. ഞാനൊക്കെ മാത്രമേ കേട്ടോ ഉള്ളൂ. കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെറിയൊരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം വേഗം പർച്ചേസും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കയറിയതാണ് കേട്ടോ. പിന്നെന്താ, മീനും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വാങ്ങുന്നില്ല. കാര്യം നമ്മളെ നാട്ടിൽ അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളെല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഹോം സെൻറ്ററിലേക്ക് വന്നതാണ്. എന്നോട് കുറേ ആയി ചോദിക്കുന്നു, ഇർഫാന കൗണ്ടർ ടോപ്പിന് കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ച ഐറ്റംസ് എല്ലാം എവിടെ നിന്നാണ് എടുത്തതെന്ന്, ആ ലീഫി പോലത്തെ ഐറ്റംസ് എല്ലാം എവിടെ നിന്നാണ് എടുത്തതെന്ന്. അതെല്ലാം ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലില്ലേ. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ തന്നെയാണ് വാങ്ങൽ, ഇക്കാനെ കൊണ്ട് വാങ്ങിപ്പിക്കൂല. കാര്യം ഇക്കാക്ക് താല്പര്യമില്ല. അധികം വരുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് കൂടുതൽ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. അതെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ വാങ്ങൽ. ഇത് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ ഞാൻ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നതാണ്. അതുപോലെ തന്നെയല്ലേ ഞാൻ പുതിയ കിച്ചണിലേക്ക് കുറച്ച് സ്പൈസസ് എല്ലാം ഇടുന്ന ബോട്ടിലും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അത് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ, പുതിയ കിച്ചണിൻ്റെ വീഡിയോയിലെല്ലാം കാണിക്കാം, അടുത്ത വീഡിയോയിലെല്ലാം. അങ്ങനെ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഇവിടുന്ന് വാങ്ങിയെന്ന് ചോദിക്കലുണ്ട്. ഓട്സ് റെസിപ്പി ഞാൻ ചെയ്തിട്ടില്ല നേരം, അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനില്ലേ ഒരു പ്രപഞ്ച സത്യം നിങ്ങളോട് പറഞ്ഞേട്ടാ, അധികം ആൾക്കാർക്കും അറിയാത്തതാണ്. നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോയാൽ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പം പൈസ കൂടുതൽ ചിലവാക്കാൻ പാടില്ല, കുറച്ച് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ, അത് സൂക്ഷിച്ച് വെക്കണമെന്നെല്ലാം വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലില്ലേ നമ്മൾ കൂടുതൽ പണം സൂക്ഷിച്ച് വെക്കുമ്പോഴേ പണത്തെ നമുക്ക് ആകർഷിക്കാൻ കഴിയില്ല. പണം നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും. എന്നാലില്ലേ ആ പണം യൂസ് ചെയ്തിട്ട് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം വാങ്ങുക. കൂടുതൽ ആഗ്രഹിച്ചു കഴിഞ്ഞാലേ പണത്തിനെ നമുക്ക് ആകർഷിക്കാൻ കഴിയും. അത് പ്രപഞ്ചത്തിൻ്റെ സത്യം കേട്ടോ. പ്രപഞ്ചത്തിന് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താഗ്രഹിക്കുന്നു അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് നമ്മളെ ബ്രെയിനിനുണ്ട്. അപ്പോൾ ഇല്ലേ ചിലരും അറിയും ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാന്ന്, എന്തെല്ലോ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ അറിയാണ്ട് തന്നെ. കാരണം ഇല്ല ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മളിപ്പം നമുക്കൊന്നും വാങ്ങാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ അത്രയും അത് ആഗ്രഹിക്കുമ്പോൾ അതിനെ ആകർഷിക്കും. നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിന് നമ്മൾ ആകർഷണ നിയമം എന്ന് പറയും, അതിനെ ആകർഷിച്ചിട്ട് നമ്മളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് നമ്മളെ ബ്രെയിനിനുണ്ട്. നമുക്ക് എന്ത് ഇഷ്ടമാണോ അത് നല്ലോണം ആഗ്രഹിക്കുക, അത് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള പവർ നമ്മളെ ബ്രെയിനിന് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രപഞ്ചം അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെന്താ, ഞാനിതാ ജസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. എൻ്റെ കിച്ചണിൽ വെച്ച ഐറ്റംസ് എല്ലാം ഇവിടുന്ന് വാങ്ങിയെന്ന് അധികം ചോദിക്കലുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ കണ്ടേരം ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ പുതിയ കിച്ചണിലേക്കായിട്ട് കുറച്ച് ഐറ്റംസും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. അതെല്ലാം ഇൻഷാ അല്ലാ കിച്ചൺ വീഡിയോ ചെയ്യുമ്പം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഐറ്റംസ് ഉണ്ട്. പിന്നെന്താ, അപ്പം ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങലുണ്ട് കേട്ടോ. വെക്കാനോ ഉപ്പാനോ ആരും ബുദ്ധിമുട്ടിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഏണിങ്സിനൊക്കെ ഉണ്ടാകും ഞാൻ അതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ് മാഷാ അല്ലാ. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അധ്വാനിച്ചിട്ട് അത് വാങ്ങുമ്പോഴുള്ള സംതൃപ്തി വേറെ തന്നെയല്ലേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഇതാ മുഹമ്മദിൻ്റെ സ്കൂളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്കൂളിൽ കോൺവെക്കേഷൻ സെറമണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പല ദിവസത്തിലായിട്ട് എടുത്ത വീഡിയോസാണ്, എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഞാൻ വീഡിയോ ഷെയർ ആക്കിയതാണ് കേട്ടോ. മാഷാ അല്ലാ, ഇനി മുഹമ്മദ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് വരാൻ പോകുന്നത്.
അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കണ്ണൂർ പത്തിരിപ്പൊടിൻ്റെ റെസിപ്പി വീഡിയോ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. അതിനായിട്ട് ഇതാ ഞാൻ വെള്ളക്കുറുവ അരി വാങ്ങിയിട്ടുണ്ട്, പച്ചരിയും വാങ്ങിയിട്ടുണ്ട്. ശിവ ബ്രാൻഡിൻ്റെ വെള്ളക്കുറുവ അരിയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വാങ്ങിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് വെള്ളക്കുറവയായാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ മുളകിൽ ഉണക്കുന്ന കാണിച്ചിട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസത്തിലെ ഞാൻ ഈ ഒരു എന്താ പറയുക പത്തിരിപ്പൊടിൻ്റെ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പിൽ കുറച്ച് അധികം ഉണ്ട്, അളവ് ഞാൻ പറഞ്ഞുതരാം. 3 കിലോ എന്താ പറയുക ശിവാരിക്ക് വെള്ളക്കുറുവായിരിക്ക് 2 കിലോ പച്ചരി എന്ന അളവിൽ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. 2 കിലോ ഫുള്ളായിട്ട് വേണ്ട, 1.25 കിലോ മതി. ഇതിപ്പോൾ കുറച്ച് അധികം ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് 3 കിലോനെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോന് വെള്ളക്കുറുവരി എടുക്കുക. 2 കിലോയിലും കുറച്ച് കുറവ് പച്ചരിയും കൂടി എടുത്തിട്ടില്ലേ നല്ലോണം കഴുകിയെടുക്കുക. കഴുകിയ പാടെ തന്നെ അരിച്ചെടുക്കുക, എന്നിട്ടില്ലേ ഉണക്കിയെടുക്കുക. ഇതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. നല്ലോണം നമ്മൾ മുളക് ഉണക്കുന്ന പോലെ ഒന്നും ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇത് മില്ലിൽ കൊടുത്തിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതിലെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊടിച്ചെടുത്താൽ മാത്രം മതി. ആ ബോട്ടിൽസും കാര്യങ്ങളും എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിപ്പൊടി പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത് വറക്കേണ്ട ആവശ്യമില്ല. എന്നോട് അധികം ചോദിക്കലുണ്ട് വറക്കണമെന്ന്. വറക്കേണ്ട ആവശ്യമില്ല, നല്ലോണം പൊടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കലാണ്. ഇതിലെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന പത്തിരിപ്പൊടിയാണ്. നമുക്ക് നൂൽപുട്ട്, എന്താ പറയുക നൈസ് പത്തിരി, നെയ്പ്പത്തിരി എല്ലാ ഐറ്റംസും നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ കാണിച്ചതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ പത്തിരിപ്പൊടി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതാ മുളക് പൊടിയും കൂടി ഇട്ട് വെക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല ഉമ്മാക്കും കൂടി വേണ്ടിയിട്ട് ഒപ്പം അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരുമിച്ച് പൊടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊടിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ഇതെടുത്തിട്ട് ബാക്കി ഉമ്മാക്ക് അങ്ങനെ കൊടുത്തേക്കണം. അതുപോലെ തന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് ഇർഫാന മേക്ക് ആൻഡ് ഫ്രീസ് റെസിപ്പീസ് ഒന്നും ഇപ്രാവശ്യം ഇല്ലേ, റമദാൻ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലേ എന്നെല്ലാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ചെയ്തിട്ടുണ്ടായിന്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം എല്ലാം മേക്ക് ആൻഡ് ഫ്രീസ് റെസിപ്പീസ് സ്നാക്സ് ഒരുപാട് ചെയ്തിട്ടുണ്ടാകും. ഇനി കാണാത്തവർ കണ്ടുനോക്കുക. അധികം ജോലിക്ക് പോകുന്നവർക്കാണ് കേട്ടോ ഹെൽപ്ഫുള്ളായിട്ട് മാറാ. കാര്യം അവർക്കാണെന്നുണ്ടെങ്കിൽ 5-5:30 മണിയാവും ജോലി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിക്ക്. അപ്പം വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കാൻ അവർക്ക് അതൊരു ഓപ്ഷനാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ കുറയുമെന്നല്ലാണ്ട് ഭയങ്കര ഹെൽത്തിന് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഗുണങ്ങൾ കുറയും അതിൻ്റെ. അങ്ങനെ പിന്നെന്താ, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ന്യൂഡിൽസ്, അതുപോലെ തന്നെ ചിപ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ പൗഡർ, അരിപ്പൊടി കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങൂലേ, അതിലെല്ലാം പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളും എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ അത് ഹെൽത്തിന് എത്രയോ മോശമാണ്. ഇപ്പം നമ്മൾ ഒരു മിഠായി വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു ലോലിപോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മളങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പോലും കഴിയൂല. ഇപ്പം നമ്മൾ വാങ്ങുന്ന മീൻ പോകാണ്ടിരിക്കാൻ അവർ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചേർക്കും. ചിക്കനായാലും കാര്യങ്ങളായാലും എല്ലാം. പിന്നെ ഫ്രീസ് ചെയ്തിട്ട് കിട്ടുന്ന നെഗസ്റ്റ് കാര്യങ്ങൾ, സോസേജ്, അങ്ങനത്തെ ഐറ്റംസ്. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത്. അതേ സ്ഥാനത്ത് ഇപ്പോൾ കേക്കാലിൻ്റെ ഫുഡെല്ലാം എൻ്റെ ബ്രദറിനെല്ലാം കിട്ടുന്നത് ഫ്രീസ് ചെയ്തിട്ടാണ്. ഓന് ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഓവളിൽ എന്താ പറയുക നല്ല തണുത്ത ഫുഡാണ് കിട്ടുക. അത് ഓവളിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് കഴിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം പുറം രാജ്യങ്ങളിലെല്ലാം ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഐറ്റംസും അവർ കുറച്ച് ചൂടാക്കിയിട്ട് കഴിക്കാം. അപ്പം അങ്ങനെയെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലത്ത് ജീവിക്കാൻ കഴിയൂല. അത്രയും നിങ്ങൾ ഹെൽത്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട. ഇപ്പം ജോലിയെല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പെട്ടെന്ന് ഫ്രൈ ആക്കണമെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹെൽപ്ഫുൾ ആവും കേട്ടോ. അധികം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ അത് മോശമാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും. എന്നാൽ അതിൻ്റെ ഉള്ളിലത്തെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓയിൽ ചൂടാക്കിയ ഓയിൽ തന്നെ വീണ്ടും യൂസ് ചെയ്യുക. ആ ഓയിൽ കളയണ്ടേന്ന് വിചാരിച്ച് പൈസ പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വലിയ പൈസ ചിലവാക്കും. അതൊന്ന്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ നോൺ സ്റ്റിക്ക് മൊത്തത്തിൽ പോകുന്നത് വരെ, നമ്മൾ വയറ്റിലെത്തുന്ന വരെ അതത്രയും മോശമായാലും കളയാണ്ട് യൂസ് ചെയ്യുക.
അതുപോലെ തന്നെയാണ് കറികൾ. വീട്ടിലൊരു കറി വെച്ച് കഴിഞ്ഞാൽ അത് ഉച്ചയ്ക്ക് ചൂടാക്കുക, രാത്രി ചൂടാക്കുക, പിറ്റേ ദിവസം രാവിലെ ചൂടാക്കുക, അങ്ങനെ ചൂടാക്കി യൂസ് ചെയ്യുക. അതെല്ലാം ഒന്നട്ടെ ഹെൽത്തിന് അത്രയും മോശമായിട്ടുള്ള കാര്യം. പിന്നെ ചോറ് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും അതെടുത്ത് ദോശ ചുട്ട് അരി വെച്ച് അങ്ങനെ ചോറെന്നെല്ലാം ഒരുപാട് വിഷാംശം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ എല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോറ് ഒരുപാട് നാൾ ചൂടാക്കി കഴിക്കുന്ന ആൾക്കാരില്ലേ, അതുപോലെ തന്നെ ദോശയ്ക്ക് വേണ്ടിക്കെല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നില്ലേ, അതെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമ്മളൊരു സ്നാക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് പുറത്ത് വെക്കുക, ജസ്റ്റ് അതിൻ്റെ ഐസ് പോയി കഴിഞ്ഞാൽ ഫ്രൈ ആക്കാനിടുക. പക്ഷേ നമ്മൾ ഐസായ സ്നാക്ക് തണിയാൻ മുമ്പേ ഫ്രീസറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഹെൽത്തി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഗുണങ്ങൾ കുറയുക അല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് മോശമായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടോ. അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്തോ. എനിക്കറിയാത്തതുകൊണ്ടും അറിയുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ അധികം നോക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്കും കൂടി അറിയാമല്ലോ, നിങ്ങൾ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇനിയില്ലേ ഐസ് ക്യൂബ്സ് നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാലില്ലേ റമദാൻ ടൈം ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഐസില്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ, ആരും പറയാത്തൊരു ടിപ്പാണ്, ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പീസ്, മേക്ക് ആൻഡ് ഫ്രീസ് റെസിപ്പീസ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.